ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു PSC Zoipub. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ്. LDCയുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ പെട്ടിട്ടുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതായത് വിവരാവകാശ നിയമത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരീക്ഷയാണിത്. അപ്പോൾ നിങ്ങൾക്കിതിലെ ചോദ്യങ്ങൾ ഒരു പരീക്ഷ എന്ന പോലെ അറ്റൻഡ് ചെയ്യുക. കാരണം വെറും പഠിത്തം മാത്രമായി കഴിഞ്ഞാൽ ആ പഠിത്തം നമ്മുടെ പരീക്ഷ പേപ്പറിൽ മാർക്കായി വീഴണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടണം, പരീക്ഷകൾ എഴുതണം. അങ്ങനെ എഴുതി എക്സാം ഹാളിൽ ഓരോ ക്വസ്റ്റ്യൻസും നമ്മുടെ മാർക്കും ആ മാർക്ക് വഴി നമുക്ക് മികച്ചൊരു റാങ്കുമാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഈ പഠിത്തം മാത്രമാവരുത്, അതിൻ്റെ കൂടെ റിവിഷനും എക്സാമുകൾ എഴുതി ശീലിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എക്സാം പേപ്പർ കാണാം. നിങ്ങൾ സമയമെടുത്തിട്ട് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പെട്ടെന്ന് തന്നെ എഴുതാതെ നിങ്ങൾ നല്ലപോലെ വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട്, അതായത് ഒരു PSC എക്സാം എഴുതുന്നത് എങ്ങനെയാണോ അതേ ഒരു ലെവലിൽ വേണം നിങ്ങൾ ഈ ഒരു ചോദ്യ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ഇവിടെ കാണാം. ഇതിൻ്റെ ആൻസറുകൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു വീഡിയോ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ചോദ്യ പേപ്പറുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും അത് കമൻ്റായിട്ട് അറിയിക്കുക. മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളതും കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മറ്റുള്ളവരും അതേപോലെ കമൻ്റ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു കോമ്പറ്റീഷൻ്റെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. സോ പരീക്ഷ എഴുതി തുടങ്ങുക. വീഡിയോ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ഓരോ ചോദ്യവും ശരിയായ രീതിയിൽ വായിച്ച് ശരിയായ ഓപ്ഷൻസ് നോക്കി ഉത്തരം നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും ഒരു വൈറ്റ് പേപ്പറിൽ ഉത്തരം മാർക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസറുകൾ എന്താണെന്ന് നോക്കാം. പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം മാത്രം നിങ്ങളുടെ വീഡിയോയുടെ അവസാനത്തിൽ വരുന്ന ആൻസർ കീ നോക്കിയാൽ മതി. അതിനു മുമ്പ് ആൻസർ സ്വയമേ ചെയ്ത് നോക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ആൻസറിലോട്ട് പോകാം. ചോദ്യവും അതിൻ്റെ ആൻസറും പെട്ടെന്ന് തന്നെ വായിച്ചു പോകാം. വിവരാവകാശ ഭേദഗതി നിയമം 2019 നിലവിൽ വന്നത് എപ്പോഴാണ്? ഉത്തരം 31 ജൂലൈ 2019. രണ്ടാമത്തെ ചോദ്യം, വിവരാവകാശ നിയമ ഭേദഗതി 2019 പ്രാഥമിക ലക്ഷ്യം എന്താണെന്നാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണറുടെയും സേവന നിബന്ധനകളിൽ മാറ്റം വരുത്തുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. അടുത്തത്, 2019 ഭേദഗതികൾക്ക് മുൻപ് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണറുടെയും നിശ്ചിത കാലാവധി എത്രയായിരുന്നു? ഉത്തരം 5 വർഷം. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി സംബന്ധിച്ച് 2019 വിവരാവകാശ ഭേദഗതി നിയമം ഭേദഗതി ചെയ്തത് എന്ന് ചോദിച്ചാൽ ഉത്തരം വകുപ്പ് 13. അടുത്തത്, RTI ഭേദഗതി നിയമം 2019 അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി നിർണ്ണയിക്കുന്നത് ഉള്ള അധികാരം ആർക്കാണ്? ഉത്തരം കേന്ദ്ര സർക്കാരിനാണ്. അടുത്തത്, വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ തീരുമാനങ്ങൾക്ക് എതിരെ അപ്പീൽ നൽകാൻ അനുവദിക്കുന്നത്?
ഉത്തരം വകുപ്പ് 19. അടുത്ത ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ഒരു അപ്പീലിന് നിശ്ചിത സമയത്തിനുള്ളിൽ പ്രതികരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപേക്ഷകന് സുപ്രീം കോടതിയെ സമീപിക്കാം. അടുത്തത്, കേന്ദ്രതലത്തിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഇന്ത്യയുടെ രാഷ്ട്രപതി. അടുത്ത ചോദ്യം, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കേന്ദ്രതലത്തിൽ നിയമിക്കാം? ഉത്തരം 11 പേരെ. അടുത്തത്, സംസ്ഥാന തലത്തിൽ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ ആരാണ് നിയമിക്കുന്നത്? ഉത്തരം സംസ്ഥാന ഗവർണർ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെ നിയമനത്തിനായി പേരുകൾ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ ആരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഉത്തരം പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. അടുത്തത്, ഒരു PIOന് അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് ഇൻഫർമേഷൻ കമ്മീഷൻ ചുമത്താവുന്ന പരമാവധി പിഴത്തുക എത്രയാണ്? ഉത്തരം 25,000 രൂപ. അടുത്തത്, ഒരു PIOയിൽ ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പ്രതിദിന പിഴത്തുക എത്രയാണ്? ഉത്തരം 250 രൂപ. വിവരാവകാശ കമ്മീഷൻ തയ്യാറാക്കിയ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്ക് മുമ്പാകെയാണ് വയ്ക്കുന്നത്? ഉത്തരം പാർലമെൻറ്റിന് മുൻപാകെ. അടുത്തത്, ആദ്യ അപ്പീൽ അതോറിറ്റിയുടെ തീരുമാനത്തിന് ശേഷം വിവരാവകാശ കമ്മീഷനിൽ രണ്ടാമത്തെ അപ്പീൽ ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി എത്രയാണ്? ഉത്തരം 90 ദിവസം. വിവരാവകാശ കമ്മീഷനിൽ ആർക്കൊക്കെ നേരിട്ട് പരാതി നൽകാം? ഉത്തരം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് വിവരാവകാശ കമ്മീഷനിൽ പരാതി നൽകാൻ സാധിക്കുകയുള്ളൂ. ഏത് സാഹചര്യത്തിലാണ് വിവരാവകാശ കമ്മീഷന് അപ്പീൽ നിരസിക്കാൻ കഴിയുക? മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളിലും അപ്പീൽ നിസ്സാരമാണെങ്കിൽ, അല്ലെങ്കിൽ വിവരങ്ങൾ ഇതിനകം പൊതുസഞ്ചയത്തിൽ ലഭ്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൊതു അധികാരി അല്ലെങ്കിൽ ഒരു പബ്ലിക് അതോറിറ്റി അതിൽ ഉൾപ്പെടുന്നില്ല എങ്കിൽ, ഈ പറഞ്ഞ കാര്യത്തിലെല്ലാം വിവരാവകാശ കമ്മീഷൻ അപ്പീൽ നിരസിക്കാൻ കഴിയും. വിവരാവകാശ നിയമപ്രകാരം എത്ര ദിവസത്തിനകം വിവരങ്ങൾ നൽകണം? ഉത്തരം 30 ദിവസത്തിനകം. ഇനി പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. അതായത് ഉത്തരം 1, 2, 3. ഈ പറഞ്ഞ 3 പേരെയും വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവയാണ്. ഒരു വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ഫീസ് എത്രയാണ്? ഉത്തരം 10 രൂപ. ഇന്ത്യയുടെ നിലവിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ഉത്തരം ഹീരാലാൽ സമാരിയ. അവസാന ചോദ്യം, നിലവിൽ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഉത്തരം V. ഹരി നായർ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്